ഹായ് ഹലോ അസ്സാം വലൈക്കും നിഷിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിൽ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ ഞങ്ങൾ എണീറ്റ് എന്നിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞാനും ഷാനും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ദൂരെയൊന്നുമില്ല, വളരെ അടുത്താണ്. അപ്പോൾ ഒരു 2 ടേണിങ് തിരിഞ്ഞു കഴിഞ്ഞാൽ പാർക്കാവും കേട്ടോ. അപ്പോൾ രാവിലെ ഈ മോർണിംഗ് വാക്കിന് വരുന്നവരും എക്സസൈസ് ചെയ്യാൻ വേണ്ടി വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു പാർക്കിൽ. അത്യാവശ്യം നല്ല അടിപൊളി ഒരു പാർക്കാണ്, ഒരു പബ്ലിക് പാർക്കാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഒരു മോർണിംഗ് വാക്കിനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ പാർക്കിലുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ കുറേ വീടുകളും ഫ്ലാറ്റുകളൊക്കെ ഉള്ള ഓരോ ചെറിയ ഭാഗങ്ങളിലും ഇതുപോലെ ഒരു പാർക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പാർക്കിൽ. നല്ല രസമാണ്. അധികം ഒരുപാട് നേരം വെളുത്തിട്ടില്ല, അതൊരു 7 മണിയൊക്കെ ആവുന്ന സമയത്താണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ സാക്കി ബേബി വന്നിട്ടുണ്ട്, ബാക്കി കുട്ടീസൊക്കെ ഉറങ്ങുമായിരുന്നു. ഞാനും ഷാനും സാക്കി ബേബിയാണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പോയി. ഇപ്പോൾ നിറയെ ആളുകളുണ്ട് ആ ടൈമിൽ തന്നെ. അവിടെ ഒരുപാട് പേര് വന്നിട്ട് നടക്കുന്നുണ്ട്, കുറേ പേര് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ്. കാരണം എല്ലാവരും അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. കുട്ടികളെ കൂട്ടിയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ അവർക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ചെറിയ പ്ലേ ഏരിയ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് അവിടെ വന്നിട്ട് എന്ത് കളിയാണെന്ന് എനിക്കറിയില്ല, നല്ല നമ്മുടെ ഒരു സ്റ്റിക്കൊക്കെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ കൊട്ടി കളിക്കുന്ന അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് പേര് അവിടെ നിന്നിട്ട്. പിന്നെ ഞാൻ അവിടെ എന്തൊക്കെയോ കണ്ടപ്പോൾ വെറുതെ കയറി ഇങ്ങനെ ജസ്റ്റ് ഷോ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ കണ്ടോ, ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഡാൻസ് പ്രാക്ടീസ് ആണോ അതോ ഇനി അതൊരു എക്സസൈസിൻ്റെ വേറെ ഏതൊരു രീതിയിലുള്ളതാണോ, ഇപ്പോൾ നമ്മുടെ സുംബ അതുപോലൊക്കെ എന്തെങ്കിലും വേറൊരു ഇതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വെറുതെ സംസാരിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങനെ വന്നു കേട്ടോ. ഇതിനിടയിൽ സാക്കി ബേബിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഷാന് സാക്കിനെ അവിടെ ആക്കി കൊടുത്ത് ആദ്യനെ കൂട്ടി വരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നോക്കി രാവിലെ എല്ലാവരും എന്തൊരു ഹാപ്പി ആയിട്ടാണ് ഡാൻസും പിന്നെ നല്ല രീതിയിൽ നല്ലൊരു അടിപൊളി പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കന്നഡ പാട്ടാണോ വേറെ ഏതെങ്കിലും ഭാഷയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ. അങ്ങനെ അവിടെയുള്ള അവരുടെ കലാപരമായ വാസനകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒരു ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു, അതിലൊന്ന് ഞങ്ങൾ സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിൻ വരുന്നതൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ നിന്നു. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല, ഇത് ഇവിടുന്ന് നമ്മൾക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴില്ലേ ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വരുന്നത് നമ്മുടെ നേരെയാണ്. എല്ലാവരും ഭയങ്കര തിരക്കാണ്, അത് മനസ്സിലാവും നമുക്ക്. പക്ഷേ ഒരു സൈഡ് കൊടുക്കുന്ന പരിപാടിയോ ഒന്നുമില്ല, നമ്മുടെ നേരെ ഓപ്പോസിറ്റ് കറക്റ്റ് നമ്മുടെ ഫ്രണ്ടിലേക്ക് ആ വണ്ടി വരുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആയി, അങ്ങനെയുള്ള ഒരു ഭാഗത്തൂടെ വണ്ടി ഓടിക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരമൊക്കെ അതിന് ചുറ്റും ഇങ്ങനെ കുറച്ച് നേരം വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. രസമല്ലേ, നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേ ബാംഗ്ലൂരൊക്കെ പോയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കുക. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അയ്യോ, അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നമ്മളിതാ റോട്ടിൽ കയറി. പിന്നെ അടിപൊളിയാണ് കേട്ടോ, എവിടെ നോക്കിയാലും നല്ല അടിപൊളിയാണ്. അയ്യോ, ഇത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അത്രയും തവണ ഞാൻ പറയുന്നുണ്ട്, എവിടെ നോക്കിയാലും നല്ല രസമായിരിക്കും. ശരിക്കും നല്ല രസമുള്ളത് കൊണ്ട് കേട്ടോ ഇതിങ്ങനെ പറയുന്നത്. ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഷാന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ പോയി. അപ്പം ഞങ്ങളുടെ രാവിലത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും കുട്ടികളൊക്കെ എണീറ്റ് ഒക്കെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ജായിനൊരു ന്യൂ ടോയ് കിട്ടിയ സന്തോഷത്തിലാണ് ജായി ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെയുള്ള കാര്യങ്ങൾ കേട്ടോ. This is not our Zara. It's a different Zara. ഈ ഗേൾ ബേബിയുടെ പേര് സാര എന്നാണ്. അപ്പോൾ സായിനൊരു കസിൻ ഉണ്ട് സാര. അപ്പോൾ സായി അതാണ് പറയുന്നത്, നമ്മുടെ സാര അല്ല, ഇത് വേറെ സാറയാണ് എന്നുള്ളത് കേട്ടോ. ഇവിടെ തൊട്ട് അമ്മൂൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് സാര. അവിടെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരുപാട് കളിക്കാനും എല്ലാത്തിനും ഇവർ കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ.
Hey Zayu. അപ്പോഴത്തേക്കും റസബേബിയും മെസ്സിക്കുട്ടിയൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള കളികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആംബൂർ ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ. അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ആംബൂർ ബിരിയാണി ഉണ്ടാക്കാം. എനിക്ക് കുക്ക് ചെയ്യണം നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ഇഷ്ടത്തോടു കൂടെ സന്തോഷത്തോടു കൂടി കുക്ക് ചെയ്തിട്ട് അത് കഴിച്ചിട്ട് അവർ നമ്മുടെ അടുത്ത് പറയില്ലേ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വേറെ ലെവലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നെ കുക്ക് ചെയ്യാം, ഞാൻ കുക്ക് ചെയ്തോളാം എന്നുള്ളത് കേട്ടോ. പെട്ടെന്ന് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം ഞാനൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ട് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഉലുവ, വലിയ ജീരകം ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് പൊട്ടുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കണം കേട്ടോ. ഈ ഉള്ളി ചേർക്കുന്ന സമയത്ത് അതിനൊരു ചെറിയ പോർഷൻ നമ്മൾ മാറ്റി വെക്കണേ. എന്നിട്ട് ഈ ഉള്ളി നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം ഉള്ളി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ബിരിയാണി പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് വറ്റൽ മുളക്, നമ്മുടെ റെഡ് ചില്ലി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് കുതിർക്കാൻ വെക്കണം. എന്നിട്ട് അത് നമ്മൾ നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ട് ആ പേസ്റ്റാണ് നമ്മൾ ഈ ഒരു ബിരിയാണിക്കുള്ള മസാല എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേറെ എക്സ്ട്രാ നമ്മൾ വേറെ ഒരു മസാല ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഈ റെഡ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പോർഷൻ ഉള്ളി മാറ്റി വെച്ചിട്ടില്ലേ, ആ ഉള്ളി കൂടി ഇടുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തൈരും നാരങ്ങാനീരും ഒരുമിച്ചാണ് നമ്മൾ ചേർക്കേണ്ടത്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവുക, ആ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് അധികം മല്ലിയിലയും പുതിനയിലയാണ്. അത് നന്നായി കഴുകി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം ആ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് ആ റൈസിന് അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അത് ഞാൻ വെള്ളം ആദ്യം തന്നെ വേറൊരു സ്റ്റൗവിൽ തിളപ്പിച്ച് വെക്കും. എന്നിട്ട് ആ ചൂട് വെള്ളമാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി. രാവിലെ എണീറ്റ് ഒരു ചെറിയ കറക്കൊക്കെ കറങ്ങി രാവിലെ നേരത്തെ എണീറ്റ് ജായി ഉറങ്ങായിരുന്നു കേട്ടോ. ഞാനും ഷാനും ഉണ്ണിയൊക്കെ കൂടിയിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ട്, അവിടെയൊക്കെ പോയി രാവിലെ കുറച്ച് നടക്കലോ നമുക്ക് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം സ്കൂട്ടിയിലൊക്കെ ഇതിൻ്റെ ചുറ്റുവട്ടത്തിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു നല്ല അടിപൊളി ആംബൂർ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ബിരിയാണി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ കുറേശ്ശെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാനിതിൽ ആഡ് ചെയ്യാം. പാത്രം ചെറുതായിട്ട് ഒരു കുഞ്ഞു അവളും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയ പാത്രമായതുകൊണ്ട് ഞങ്ങൾ 2 പാത്രത്തിലായിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ആംബൂർ ബിരിയാണി സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് സെറ്റാവണം, കഴിക്കണം. പിന്നെ പുറത്ത് വൈകിട്ട് അവിടെ അടുത്ത എവിടെയെങ്കിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പാത്രം ചെറുതായത് ഭയങ്കര ഒരു ടാസ്ക് കേട്ടോ. കാരണം നമുക്കിങ്ങനെ വിശാലമായിട്ട് അങ്ങോട്ട് ഇളക്കാനൊന്നും പറ്റണില്ല. ഇളക്കോളജി പഠിച്ചിട്ട് വന്നോണ്ടേ ഇളക്കോളജി പഠിച്ചു വന്നതുകൊണ്ട് അത് നമുക്ക് കഴിവങ്ങ് ഇറക്കാൻ പറ്റണില്ല. ഇങ്ങോട്ട് തിരിച്ചിളക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കട്ടെ, സെറ്റാവട്ടെ അല്ലേ. സിമ്മിലിട്ട് കൊടുക്കാം നമുക്ക്. ഈ അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അടച്ചു സിമ്മിലിട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ മേലെ കൂടെ വെറുതെ ഒന്ന് ഇങ്ങനെ വെറുതെ ഒരു ഷോ ആണ്. ഇഷ്ടമുള്ളവർ ഒഴിക്കാൻ, ഇഷ്ടമില്ലാത്തവർ ഒഴിക്കണം, ഓപ്ഷൻ. ഇത് നമ്മൾ അടച്ച് സിമ്മിലുണ്ടാക്കി കൊടുക്കണം. അവിടെ ഇരുന്ന് കഴിയട്ടെ. അങ്ങനെ കുറച്ച് നേരം വെള്ളം വറ്റുന്നവരൊക്കെ വെയിറ്റ് ചെയ്ത് ഇത് അരിയൊക്കെ നല്ലോണം വന്ന് കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് ബിരിയാണി. അപ്പോൾ നമ്മൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്തു. കുക്കറിൽ വെച്ചതും മറ്റേ പാനിൽ വെച്ചതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ചെയ്തോണ്ടിരിക്കണേ? ടേസ്റ്റ് ഉണ്ടോ? ഇത് ഫുഡ് ആയ ഉടനെയുള്ള ടേസ്റ്റ് ചെയ്യലാണ്. അമ്മക്കുട്ടിക്ക് ഇഷ്ടമായോ?
ഇനി കുറച്ച് പാക്കിംഗ് പരിപാടിയാണ് കേട്ടോ. ഇത് നമ്മുടെ തൊട്ടടുത്ത് അമ്മുവിൻ്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നേരത്തെ കാണിച്ച സാറമോളുടെ വീട്ടിലേക്ക്. അപ്പോൾ അവർക്കും കുറച്ച് പാക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അമ്മുവിന് ഹെൽപ്പിന് ഒരു അക്ക വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അക്കാക്കും കൂടി കുറച്ച് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അക്കാക്കും കൂടി പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി അവരുടെ എന്താണ് അഭിപ്രായം എന്നൊക്കെ ഉള്ളത് അവർ പിന്നെ പറയും. എന്തായാലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അക്ക കേട്ടോ. അപ്പോൾ അക്ക വന്ന് അമ്മുവിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ട് പോകും. പിന്നെ സാക്കി ബേബി മെസ്സി ബേബി അവിടെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര കുറുമ്പനാണ്. എന്തൊക്കെയോ അവിടെ വലിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തായാലും അവനെ പൊക്കി അപ്പുറത്ത് കൊണ്ടുപോയി ഇരുത്തി. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ബഹളങ്ങൾ. കുക്കിങ്ങിൻ്റെ ഇടയിൽ ക്ഷീണം മാറ്റാൻ ഇടയ്ക്കിടയ്ക്ക് പപ്പായ, ക്യാരറ്റ്, പിന്നെ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നാറുള്ളത്. ഇപ്പം ഞാൻ കഴിക്കുന്നത് പപ്പായ കേട്ടോ. എന്തൊക്കെയാണ് പറയണമെന്ന് എനിക്കെൻ്റെ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എത്രയും പെട്ടെന്ന് വിളമ്പി കൊടുക്കട്ടെ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. അമ്മൂനൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു പറഞ്ഞു. പിന്നെ അവരൊക്കെ പറയുന്നത് ഇതിൽ ഇടണം എന്നൊക്കെ വിചാരിക്കും ഞാൻ. പക്ഷേ എന്താണെന്നറിയോ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കാർട്ടൂണിലത്തെ സോങ്ങാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. അത് കാരണം കൊണ്ട് അവർ പറയുന്നതൊക്കെ ഞാൻ സൗണ്ട് കൊടുക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നല്ല സന്തോഷമായി എനിക്ക്. വിളിച്ചോണ്ട് വാ, തരാം എടുക്കട്ടെ. വെള്ളം കുച്ചാനാണോ, വെള്ളം കുക്കാനാണോ എൻ്റെ കുട്ടിക്ക്? വൈകുന്നേരം ആയപ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഇനിയിപ്പം വൈകിട്ട് പുറത്തിറങ്ങണം എന്നുള്ള പ്ലാനൊക്കെ നടക്കുമെന്ന് അറിയില്ല. എന്തായാലും ഒന്നാമത് ദീപാവലി ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണെന്ന് അറിഞ്ഞ് എന്തായാലും നോക്കാം. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. നിഷയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലുള്ള ഒരു കുക്കിംഗ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇത് അമ്മുവിൻ്റെ ഫ്ലാറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ എൻ്റെ സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഈസി ചിക്കൻ കറിയാണ് കേട്ടോ. പെട്ടെന്ന് ചടപടിയും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ കറി. അപ്പോൾ വെളിച്ചെണ്ണയാണ്. ഇവിടുത്തെ തണുപ്പ് കാരണം കൊണ്ട് ഇങ്ങനെയാണ്. ഫസ്റ്റ് വെളിച്ചെണ്ണ കേട്ടോ. കുറച്ച് നേരമായിട്ട് നല്ല അടിപൊളി മഴ പെയ്യുന്നതുകൊണ്ട് നമുക്കിനി പുറത്തു പോകാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ഈസി ചിക്കൻ കറിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനിനി വിശദമായിട്ട് പറയുന്നില്ല. ഇതിൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയത്. എന്തായാലും നല്ല ടേസ്റ്റി ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ പത്തിരിയും ചിക്കൻ കറി ആയിരുന്നു ഇന്ന് നമ്മൾ ലഞ്ചിന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ കറി ആവട്ടെ. നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി വിസിലടിക്കണം. 2 വിസിലൊക്കെ മതിയാവും. ഓരോ കുക്കറിനും ഓരോ ടൈപ്പ് പോലെ എനിക്ക് തോന്നാറുണ്ട്. 2 വിസിലടിക്കട്ടെ. എന്നിട്ട് നമുക്ക് പത്തിരി ചിക്കൻ കറിയും കൂടി കഴിക്കാം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇതാണ് എൻ്റെ ഒഫീഷ്യൽ ക്യാമറാമാൻ. ഷാനി രണ്ടാമത്തെ ക്യാമറമാൻ. ഓരോ വീഡിയോക്ക് ഓരോ ക്യാമറാമാൻമാരാണ് കിട്ടുന്നത്. അപ്പോ എന്താണ് കറിയാൻ വെയിറ്റ് ചെയ്യാണ്. വിസിലടിക്കട്ടെ. നമ്മൾ ഭക്ഷണം കഴിക്കും. നല്ല അടിപൊളി സൂപ്പർ ക്ലൈമറ്റ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. രാത്രി ആവുന്തോറും തണുപ്പ് കൂടി വരികയാണ്.
അപ്പോൾ അതാണ് ബാംഗ്ലൂരിലെ ഏറ്റവും രസമുള്ള കാര്യം കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ഇനി നാളെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങണം വിചാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ ദിവസങ്ങളിൽ ബാംഗ്ലൂർ ഡേയ്സിൽ സംഭവിക്കണം എന്നുള്ളത് ഞങ്ങൾ വീഡിയോ ആയിട്ടിടും. ബാംഗ്ലൂർ ഡയറീസ് അതാണ് എൻ്റെ ബ്ലോഗിന്റെ ഇനിയുള്ള ദിവസങ്ങളിലെ പേര്. അപ്പൊ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ഓരോരുത്തരും ഇങ്ങനെ മണമൊക്കെ വന്നിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവർ ടേസ്റ്റൊക്കെ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ. എന്താ ചെയ്യാം. റസ അപ്രൂവ്ഡ്. അപ്പോൾ റസമോൻ എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ബാൽക്കണിയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ ദീപാവലി ആയതുകൊണ്ട് നിറയെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നല്ല എന്താ പറയുക നല്ലൊരു വൈബായിരുന്നു. ബിരിയാണി അടിപൊളി. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാലോ, സൂപ്പർ യമ്മി സ്പൈസി. Happy Diwali. Your friend Zara is calling. Do you love that? Give you permission to do that? I wanted to wish again. You can do it. ഹായ് സാര, Do you love that? I give you permission. You thought I will agree? ഹാപ്പി ദിവാലി. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ കുറേ അധികം സമയം നമ്മൾ ആ ബാൽക്കണിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ ഓപ്പോസിറ്റ് ലൈറ്റ്സ് ഒക്കെ കണ്ട് കുട്ടികളുടെ ഒക്കെ കൂടെ അവിടെ ഇരിക്കാൻ. കുട്ടികൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്, നമ്മളതൊന്നും മൈൻഡ് ആക്കണ്ട, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അവർ കളിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ. പിന്നില്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.